بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത് എന്ന് നമ്മൾ പരിചയം കൊണ്ട് വിളിക്കുന്ന സൂറത്തുൽ മുൽക്ക്, അതിൻ്റെ വിശദീകരണമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ മഹത്തായ ക്ലാസ് 4ാമത്തെ വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള നല്ല പുരോഗതിയും പ്രചരണവുമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനിയും സജീവമായി ഉണ്ടാകണം. ഉണ്ടായത് പോരാ. കാരണം നമ്മളിവിടെ ക്ലാസിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് 1 മാസവും ചില്ലറ ദിവസവും കഴിഞ്ഞു. ഇന്നലെ നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്നലെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ്. 2 സോൺ കമ്മിറ്റികൾക്കും ഇത് വിശാലാർത്ഥത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഒഴിവാക്കി തന്നാൽ നേരത്തെ ബുക്ക് ചെയ്ത നമ്മുടെ കീശേരി ടൗണിലെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ക്ലാസ് മാറ്റാമായിരുന്നു. എനിക്ക് കൂടുതൽ സുഖകരമാണ്. പുരേന്ന് അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് ഓടി അടുത്തും ചെയ്യും. അതുകൊണ്ട് നന്നായി പ്രചരണം നടത്തിയിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ 10 മണിക്കാണ് മൂപ്പര് വിളിച്ചാൽ ഇവിടെ എത്തിയില്ല, മീറ്റിങ്ങിലാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മൾ ഈ അനാസ്ഥയൊക്കെ ഒഴിവാക്കണം. 2 സോൺ കമ്മിറ്റി കൂടുതൽ നടത്തുമ്പോൾ ശരിക്കും ഈ പള്ളിയിൽ ആളെ കൊള്ളാൻ പാടില്ല. അത്രയും തോന്നെ ആളുമാണ്. 1 സോണിൻ്റെ ഭാഗത്തുനിന്ന് ആൾക്കാർ എവിടെയും വന്നിട്ടില്ല എന്നുള്ള ആൾക്കാർ നമ്മൾ പരാതിപ്പെട്ടൊരു കാര്യമില്ല. ഇന്നലെയാണ്, രാത്രിയാണ് അതിനെ മീറ്റിംഗ് അല്ലേ? അതുപോരാ. നമ്മളെ ദുന്യാവിൻ്റെ ഒരു കാര്യമാണെങ്കിൽ മണ്ടിപ്പാഞ്ഞ കൊടുത്തുന്ന ഞങ്ങൾ തലകുത്തി മറിഞ്ഞിട്ട് ചിലപ്പം പോയി വീണ് തലക്ക് വരുക്കെറ്റിയാലും മുറാദ് എടുക്കട്ടെ എന്ന് പറയും. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് ചേരണം. 4ാം വർഷത്തിലേക്ക് നടക്കുന്ന ഒരു നമ്മുടെ ക്ലാസ് ഇങ്ങനെ വിപുലീകരിച്ചാൽ പോരാ. അതുകൊണ്ട് ഇന്ന് തന്നെ അടിയന്തിരമായി യോഗം ചേരണം. വേണമെങ്കിൽ യോഗത്തിന് ഞാനും വരാം. 2 സോൺ കമ്മിറ്റി, പക്ഷെ ഒറ്റ ഷർത്തുകൾ എല്ലാ അംഗങ്ങളും വേണം. അല്ല, ഞാൻ വരില്ല. എല്ലാ അംഗങ്ങളും കൂടി ക്യാബിനറ്റ് കൂടിയിട്ട് ഇത് വിപുലപ്പെടുത്തണം. ഇതിൻ്റെ പ്രചരണം എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളത് ഹക്കൻ. നമ്മൾ ആൾക്കാരാണ് കുറ്റം പറയും, മയായിട്ട് ആൾക്കാർ വരാത്തതെന്നല്ല. മയാലും ആൾക്കാർ വരും, അറിയണ്ടേ. ഇന്നലെ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരാൻ കഴിഞ്ഞോളൊന്നുമില്ല. നേരത്തെ അറിയിക്കണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. പുതിയൊരു സൂറത്ത് നമ്മൾ ആരംഭിക്കുമ്പോൾ പബ്ലിസിറ്റി ഒക്കെ വേണ്ടേ? തബാറക സൂറത്ത് അറിയാൻ മോഹമുള്ള എത്ര ആളുകളുണ്ടാവും? ഒരുപാട് ആളുകളുണ്ടാവും. എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തല്ലേ. അപ്പം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ച് പരിശ്രമിച്ച്, പഴയ പാട്ടും പാടി ഞാൻ പോകൂല, നല്ലവണ്ണം അധ്വാനിച്ച് നിറഞ്ഞ സദസ്സ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യണം. 4 വർഷമായിട്ട് നമുക്കുള്ള ഒരു പുരോഗതി ആളുകൾ ഈ ക്ലാസ്സിൽ വന്നെത്തി ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വേണ്ടപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്താതെ നല്ലവണ്ണം ശ്രമം നടത്തി ലിവജിഹില്ല, അള്ളാഹുവിൻ്റെ വജുഹിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് കാര്യമായും അധ്വാനിച്ച്
ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക എന്നതല്ല. ആ വരുന്ന ആളുകൾക്കൊക്കെ ഖുർആനിൻ്റെ ഒരു ആയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉപകാരമാണ്. തബാറക്ക സൂറത്തിനെ സംബന്ധിച്ച് നമുക്കെന്തറിയും? നമ്മൾ എന്നും ഓതുന്ന തബാറക്ക സൂറത്തിൽ 30 ആയത്തേ ഉള്ളൂ. പക്ഷെ ആ 30 ആയത്ത് പഠിക്കാനും വിശദീകരിക്കാനും ധാരാളം ഉണ്ട്. നമ്മൾ ആ 30 ആയത്ത് ഓതാൻ ആകെ സമയമെടുക്കുന്നത് ഒരു 2-3 മിനിറ്റ് മാത്രമാണ്. അതിൻ്റെ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സൂറത്തം മിൻ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു സൂറത്ത്, മാഹിയ ഇല്ലാ 30 ആയ, 30 ആയത്തുകൾ മാത്രമാണ് ആ സൂറത്തിലുള്ളത്. അത് ഷഫാഅത്തിൽ റജുലിൻ, ഒരാൾക്ക് വേണ്ടി ആ സൂറത്ത് ശുപാർശ പറയും, ഹത്താ ഗുഫിറ ലഹു, അങ്ങനെ ആ വ്യക്തിക്ക് പൊറുക്കപ്പെടും. എന്നും തബാറക സൂറത്ത് ഓതുന്ന ഒരാൾക്ക് തബാറക സൂറത്തിൻ്റെ ഷഫാഅത്തുണ്ടാകും എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ട തബാറക സൂറത്ത് ഷഫാഅത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഷഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. ഇതിൻ്റെ മഹത്വം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ ഹദീസിൽ തബാറക സൂറത്ത് രക്ഷപ്പെടുത്തിയ ധാരാളം സംഭവങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് റഅയ്തു അജബൻ, ഞാനൊരു അത്ഭുത സംഭവം കണ്ടു. മഹാനവറുകൾ കണ്ടത് സ്വപ്നത്തിലാണ്. സ്വഹാബിയാണല്ലോ കണ്ടത്. ഒരിക്കലും കളവ് പറയാത്തവരല്ലേ സ്വഹാബിമാർ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖദ് റഅയ്തു അജബൻ, ഞാനൊരു അത്ഭുതം കണ്ടു. അഥവാ കൂടുതൽ പാപം ചെയ്ത് താന്തോന്നിയായി നടന്ന ഒരു മനുഷ്യൻ മരിച്ച് ആ മനുഷ്യനെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ജീവിതകാലത്ത് എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടിയൊരു മനുഷ്യൻ, കസീറദ്ദുനൂബി മുസ്രിഫൻ അലാ നഫ്സിഹി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലഭാഗത്തുകൂടെയും കാൽഭാഗത്തുകൂടെയും ഒക്കെ അദാബ് വരാൻ ഒരുങ്ങുന്ന സമയത്ത് അഖ്ബലത്തി സൂറത്തുല്ലത്തി ഫീഹ ത്വയ്ർ, പക്ഷിയെപ്പറ്റി പറയുന്നൊരു സൂറത്ത്, തബാറക സൂറത്താണത്. ഇതിൽ പക്ഷിയെപ്പറ്റി ഒരു വല്ലാത്ത വർത്തമാനം അള്ളാഹു പറയുന്നുണ്ട്. അവലം യറൗ ഇല ത്വയ്രി എന്ന് പറഞ്ഞിട്ട് പക്ഷിയെപ്പറ്റി പറയുന്ന സൂറത്ത് മുന്നോട്ട് വന്ന് തുജാദിലു അൻഹുൽ അദാബ്, ശിക്ഷ തടുക്കുകയാണ്. ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മലക്കുകൾ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഈ തബാറക സൂറത്ത് പറയാണ്, അന്നഹു കാന യുഹാഫിളു അലയ്യ, എത്ര തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എന്നെ പതിവായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓതുന്ന ആളാണ്, അതുകൊണ്ട് ഇയാളെ ശിക്ഷിക്കരുത്. അതാണ് ഷഫാഅത്തിന്റെ ഒരു മോഡൽ പറയാൻ. ഖബറിൽ വെച്ച് തന്നെയുള്ള ഒരു റെക്കമെൻഡാണിത്. നമുക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. തെറ്റ് ധാരാളം ചെയ്യാം, തബാറക്കയും ഓതിയാ മതി എന്നല്ല. തെറ്റ് ചെയ്തു പോയ മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന ഒരു വലിയ മഗ്ഫിറത്തിന്റെ കാരണമാണ് സൂറത്തുൽ മുൽക്ക്. എന്നെ പതിവായി ഓതുന്ന ആളായിരുന്നു. വഖദ് വഅദനി റബ്ബി അന്നഹു മൻ വാലബ അലയ്യ അല്ലാ യുഅദ്ദിബഹു. ആ സൂറത്ത് പറയുന്നത്, സൂറത്ത് രൂപം പ്രാപിച്ച് പറയാണ്, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വഅദ് ചെയ്തിട്ടുണ്ട്, എന്നെ പതിവാക്കുന്ന ഒരാളെ ശിക്ഷിക്കൂല. ഇയാൾ എന്നെ പതിവാക്കി ഓതുന്ന ആളാണ്. അപ്പൊ ശിക്ഷ അയാളിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ സംഭവം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ആരോടാണ്? അൻസാറുകളും മുഹാജിറുകളുമായ സ്വഹാബിമാരോടാ പറയുന്നത്. അവർ മൊത്തത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അൻസാറുകളും മുഹാജിറുകളും, അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹാ, തബാറക പഠിക്കാത്തവനാണ് അൽ മഗ്ബൂൻ, നഷ്ടം സംഭവിച്ചവൻ. യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചവൻ തബാറക സൂറത്ത് പഠിക്കാത്തവനാണ്. തബാറക സൂറത്തിലെ ആദ്യത്തെ വിശദീകരണം അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ ഖുദ്റത്തിനെ പറ്റിയാണ്. അള്ളാഹുവിനെ പറ്റിയാണല്ലോ പഠിക്കേണ്ട ഇൽമാണല്ലോ ഏറ്റവും വലിയ ഇൽമ.
അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു 3-4 ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത് നമുക്ക് അളക്കാൻ കഴിയില്ല, എന്നാലും നമ്മുടെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലാഹു തആല അവൻ്റെ ഖുദ്റത്തിൻ്റെ ചില അടയാളങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ തിബാഖ എന്ന് തുടങ്ങി പിന്നെങ്ങനെ ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മർജിൽ ബസറ കറത്തൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയൻ വ ഹസീർ, ഈ ആയത്ത് വരെ അള്ളാഹിൻ്റെ ഖുദ്റത്താണ് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ അല്ലാഹു തആല ആ ഖുദ്റത്ത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വിഷയമാണ് തൊട്ടടുത്ത ആയത്തിൽ ഒന്നാനാകാശത്തിനെ കുറിച്ചുള്ള വിവരണം. ഒന്നാനാകാശം മനുഷ്യന്മാരൊക്കെ കാണുന്ന ആകാശമാണല്ലോ. അപ്പൊ ആ ആകാശത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച മിസ്ബാഹ്, മസാബീഹ്, വിളക്കുകൾ, അത് അല്ലാഹു തആലാന്റെ വലിയ ഒരു ഖുദ്റത്താണ്. അത് കഴിഞ്ഞാൽ നമ്മളാരും കാണാത്ത അള്ളാഹുവിൻ്റെ വലിയൊരു ഖുദ്റത്തുണ്ട്. സാധാരണ ഒരു മനുഷ്യന്മാരും കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ കണ്ടവരുണ്ട്, നേർക്ക് നേരെ അത് കണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതാണ് ജഹന്നം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 5 ആയത്തുകൾ ജഹന്നമിൻ്റെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. മറ്റു സൂറത്തുകളിലൊന്നും അതുപോലെ ഒരു അവസ്ഥ തബാറക്കയിൽ പറഞ്ഞതുപോലത്തൊരു അവസ്ഥ അല്ല. തബാറക്കയിൽ നരകത്തെപ്പറ്റി പറയുന്നത് വല്ലാത്തൊരു വാക്കാണ്. അപ്പൊ ആ നരകത്തെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടുവന്ന ശേഷം ഈ നരകവും സ്വർഗവും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള വലിയ വാഗ്ദാനവും ചെയ്ത് പിന്നെ അല്ലാഹു തആലാനെ അറിയാൻ വേണ്ടി ഭൂമിയിലും ആകാശത്തിലും അല്ലാഹു സംവിധാനിച്ച വ്യത്യസ്ത അടയാളങ്ങളെപ്പറ്റി ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മോട് വാണിംഗ് ചെയ്യുകയാണ്. ഇത് അടയാളങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല ആകാശവും ഭൂമിയും വെച്ചത്, നേർക്ക് നേരെ അല്ലെങ്കിൽ പ്രതിരോധിക്കാനും കൂടി ആകാശവും ഭൂമിയും അല്ലാഹു വെച്ചിട്ടുണ്ട്. പ്രതിരോധിക്കാൻ എത്ര വലിയൊന്നും വേണ്ട, ചെറിയ ഒരു വിഷയം ഉണ്ടായാൽ മതി, ആർക്കും തടുക്കാൻ കഴിയൂല. കഴിഞ്ഞ വർഷം നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ, ഒരാഴ്ച വെള്ളം, മഴ സജീവമായി അങ്ങോട്ട് പെയ്താൽ നമ്മുടെ നാടുകളൊന്നും കാണാണ്ടാവില്ല. സൗകര്യങ്ങളെല്ലാം അസ്തമിച്ചു പോയാൽ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കുക? പ്രധാനമായുള്ള വഴി സൗകര്യം നഷ്ടപ്പെട്ടു. ആളുകൾ എങ്ങനെ കരകയറും? നിങ്ങൾ നോക്ക്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 2-3 ദിവസം തിമിർത്തു പെയ്ത മഴ കാരണം ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞു ആ നഷ്ടങ്ങളൊക്കെ? അപ്പൊ ഈ ഭൂമിയിലും ആകാശത്തിലും വെച്ച ശിക്ഷകളുടെ, പ്രതിരോധങ്ങളുടെ മുന്നറിയിപ്പ് കൂടി തബാറക സൂറത്ത് നൽകുന്നുണ്ട്. അപ്പൊ ശരിക്ക് നഷ്ടം സംഭവിച്ചവൻ അൻസാറുകളും മുഹാജിറുകളും എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, അവര് നല്ലോണം പഠിക്കുന്ന ഒരു സൂറത്താണ് തബാറക സൂറത്ത്. വകാനൽ മുഹാജിറൂന വൽ അൻസാർ യതഅല്ലമൂനഹ, മുഹാജിറുകളും അൻസാറുകളും അവരിത് പഠിക്കും. എന്നിട്ടവർ പറയും അൽ മഗ്ബൂനു മല്ലം യതഅല്ലംഹ, ഈ സൂറത്ത് പഠിക്കാത്തവരാണ് വലിയ നഷ്ടം സംഭവിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഈ സൂറത്ത് പഠിക്കുന്ന ആള് ഖബറിലുള്ള അദ്ദേഹത്തിന് ഈ സൂറത്ത് ചെയ്യുന്ന ഷഫാഅത്തിന്റെ രൂപമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, യുബ്അസു റജുലുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ എത്തിയിട്ടാണ്. ഖിയാമത്ത് നാളിൽ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഖബറിൽ നിന്ന്. ലം യത്റുക് ശൈഅൻ മിനൽ മആസി ഇല്ലാ റകിബഹ, നമ്മൾ നമ്മളെ തന്നെ കൂട്ടിയാൽ മതി, പുറത്താരും കൂട്ടണ്ട. എല്ലാ മാസിയത്തിലും അയാൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റ ദോഷവും അയാൾ പേറാത്തതും ചെയ്യാത്തതുമില്ല. പക്ഷേ ഈമാനുണ്ട്. ഈമാന് പോയാൽ പിന്നെ എടുക്കാനില്ലല്ലോ, പിന്നെ ഷഫാഅത്തൊന്നുമില്ലല്ലോ. അയാൾക്ക് ഈമാനുണ്ട്. വലം യകുൻ യഖ്റഉ മിനൽ ഖുർആനി ഇല്ലാ സൂറത്തൻ വാഹിദ, കാര്യമായ ഖുർആൻ എന്ന് ഒരു സൂറത്തെ അയാൾ ഓതാറുള്ളൂ. നാളെ ആഖിറത്തിൽ വെളിവാക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചിത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാൻ. അങ്ങനത്തെ ഒരാൾ നാളെ ആഖിറത്തിൽ വരാണ്ട്.
അയാള് ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നരകത്തിലേക്ക് അയാൾ കൽപ്പിക്കപ്പെടുകയാണ്. കാര്യമായിട്ട് നന്മകളൊന്നും കാണാനില്ലല്ലോ. ഫത്വാറ മിൻ ജൗഫിഹി ശൈഉൻ കശിഹാബ്. അയാളുടെ ഉൾഭാഗത്തിൽ നിന്ന്, ശരീരത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന്, കൽബിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ തീജ്വാല പോലത്തെ ഒരു വസ്തു, ഒരു ചെറിയ തീപ്പൊരി, ഒരു തീ ഇങ്ങനെ അങ്ങോട്ട് പാറിയാൽ എത്ര ചെറുതുണ്ടാവും അങ്ങനത്തെ ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പാറി വന്നു. എന്നിട്ടത് പറയാണ്, ഷഫാഅത്തിന്റെ രൂപമാണ്, അല്ലാഹുമ്മ ഇന്നി മിമ്മാ ഉൻസിലത്ത് അലാ നബീക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ നബിക്ക് നീ ഇറക്കി കൊടുത്തതിൽ പെട്ടതാണ് ഞാൻ. വകാന അബ്ദുക ഹാദാ യഖ്റഉനി. ഈ അടിമല്ലേ നരകത്തിലേക്ക് നീ കൽപ്പിക്കപ്പെട്ട ഈ അടിമ, ഇദ്ദേഹം എന്നെ ഓതുന്ന ആളായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വീകാര്യത കിട്ടുന്നത് വരെ. ഫമാ സാലത് തുശഫിഉ. ആ സൂറത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ അദ്ഖലതുഹുൽ ജന്ന. അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ സൂറത്താണ്. വഹിയൽ മുൻജിയ. ഈ സൂറത്തിന് നൽകപ്പെടുന്ന മറ്റൊരു പേരാണ് അൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. അപ്പൊ ആഖിറത്തിൽ ആ മനുഷ്യന്റെ ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശഫാഅത്ത് നൽകപ്പെടുന്ന ചിത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ ലാഭം നമ്മുടെ ജീവിതത്തിൽ ആഖിറത്തിൽ നമുക്ക് വലിയ ഭാഗ്യം കിട്ടുന്ന സൂറത്താണ്. സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് മദീനയിൽ താമസിക്കാൻ വേണ്ടി ചെറിയ ഒരു ടെന്റ് കെട്ടിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ടെന്റ് ഉണ്ടാക്കിയ ആളവിടെ താമസിക്കാൻ വേണ്ടി ആ ടെന്റിന്റെ ഉള്ളിൽ ഇരുന്നപ്പോ ഒരു മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓതുന്നത്, അയാൾ ഇരിക്കണതിന്റെ താഴെന്നൊരു മനുഷ്യൻ ഓതുന്നത് കേൾക്കുകയാണ്. അങ്ങനെ കേൾക്കാൻ കഴിയും? കേൾക്കാൻ കഴിയും. കേൾക്കാനുള്ള ഒരവസരം അള്ളാഹു തരികയാണെങ്കിൽ നമുക്കും കേൾക്കാം. പലപ്പോഴും ചില ശബ്ദങ്ങൾ കേൾക്കും, ആളെ കാണാത്തതുണ്ടല്ലോ. ആ ശബ്ദം താഴെന്നും ആകാം, മേലെന്നും ആകാം. താഴെന്നായതുകൊണ്ട് കേൾക്കൂല അറിയാൻ പറ്റൂല. ഇപ്പൊ ചില ഭൂമിയിലൂടെ ചില പാറക്കല്ലിന്റെ അടുത്തുകൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാല് ചവിട്ടും പടിയെന്ന് ഉറച്ചുണ്ടെങ്കിൽ ആളുകൾ പറയും അതൊരു പക്ഷേ വെറും വർത്താനായിരിക്കും, ചിലപ്പം കയമ്പുണ്ടാവും. എന്തു പറയും? എന്താ പറയുക ആൾക്കാർ? നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ ഒരു കുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചവിട്ടും പടിയിൽ ഇങ്ങനെ ഒരു ധം 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 ശബ്ദം കേൾക്കണം. എന്താ പറയപ്പോ? അതന്നെ. അത് പൊതുവെ ആൾക്കാർ പറയുന്ന വർത്താനം. ഇതിന്റെ അടിയിലേ എന്തുണ്ട്? നിധി. എന്ത് നിധി? നമ്മക്കറിയുന്ന അടി നിധി ഉണ്ട് അല്ലേ? ആൾക്കാർ പറയല്ലേ? നമ്മളാരോ കണ്ടിട്ടുണ്ടോ? അതൊരു അടയാളം പറയാണ്. ഒരു പക്ഷേ ഉണ്ടായേക്കും. കാരണം നിധിയുള്ള പഴയ കാലത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുമ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് പറയണം. നിധി എടുക്കലുണ്ട് പഴയ കാലത്ത് അല്ലേ? നിധി എടുക്കാൻ പോയിരുന്നു. നമ്മളെ വൈലത്തൂർ തങ്ങൾ പാപ്പൊക്കെ നിധി എടുക്കാൻ പോയിരുന്നു പഴയ കാലത്ത്. ഞങ്ങൾ ഒരു ദിവസം തങ്ങളാപ്പാനെ കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് ആരുമില്ല. അപ്പോൾ ഇരിക്കാറും. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പഴയ കഥകൾ പറഞ്ഞു. ഒരുപാട് പഴയ കാലത്ത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ്. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞു നിധി എടുക്കാൻ പോയിരുന്നു. കൂട്ടത്തിൽ പറഞ്ഞു, കെൻസ് എടുക്കുന്ന ആളുകൾ ഇന്നുണ്ടോയെന്ന് വെച്ചു. നമുക്കുണ്ട്, അറിയോ? നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് അറിയോ നിധി എടുക്കാൻ പറ്റിയ ആൾക്കാർ ഇന്നുണ്ടോന്ന്? ഞാൻ പറഞ്ഞു അല്ലാഹു റസൂലു അലൈഹി. നമുക്ക് അറിയില്ല ആരെങ്കിലും നിധി എടുക്കാൻ പോകുന്നുണ്ടോന്ന്. നമ്മളൊരു താന്ന് പറഞ്ഞിട്ട് പിന്നെ ആരാ നോക്കൂലേ? അല്ലാഹു റസൂലു അലൈഹി പറഞ്ഞപ്പോൾ പറഞ്ഞു നിധി എടുക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഇപ്പം അതിന് പണിപ്പെടൂല. കാരണം അത് വല്ലാത്തൊരു കഠിനാധ്വാനാണ്. എന്നിട്ട് പഴയ കാലത്ത് തങ്ങൾ ബാപ്പ നിധി എടുക്കാൻ പോയ കഥ പറഞ്ഞു. ഞാൻ കുറെ മുമ്പ് അതിന് പോയിരുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ കുറെ മുമ്പ് പോയിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അതിന് പോകൂല എന്ന് പറഞ്ഞു. എന്താ രഹസ്യം എന്നറിയില്ല. അത്രയും പണിയുള്ളതുകൊണ്ടായിരിക്കും. കാരണം ഇതിന്റെ ഈ നിധിയുടെ പുറത്ത് തസല്ലുത്ത്, അധികാരം ശൈത്താനാണ്. കുഴിച്ചിട്ടതിൽ പെട്ടെന്ന് അധികാരപ്പെട്ടു. അപ്പൊ അയാള് വേർപ്പെടുത്തണമെങ്കിൽ അതിന് മാത്രം മുറിയാത്ത ദിക്റും അതിന്റെ ഷർത്തും കാര്യങ്ങളൊക്കെ പാലിക്കണ്ടേ. അപ്പൊ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടക്ക് മുറിച്ചു പോയാൽ പിന്നെയും തുടങ്ങണ്ടേ? ഇത് ചെറിയ പണിയാ. ഇത് റിയാദ മുറിഞ്ഞ കാര്യമുണ്ടാവും. റിയാദിന്റെ ഇടയിൽ ഉളു മുറിഞ്ഞു പറഞ്ഞില്ലേ?
70,000 ദിക്റ് അവസാനത്തെ അത്തഹിയാത്തിന്റെ അതേ ഇരുത്ത് ഇരുന്നിട്ട് കിബിലാക്ക് തിരിഞ്ഞ് അതിന്റെ ഇടയിലൊന്നും ഒഫലത്ത് ഉറക്കും വരാതെ ഹുളൂറുൽ കൽബോടെ ചെല്ലണം, ഉദു മുറിയരുത് എന്നാണ്. മുപ്പര ഒരു 65,000 ഉദു മുറിഞ്ഞാൽ പിന്നെയും തുടങ്ങണ്ടേ? അതൊക്കെ നമ്മളാരെ കിട്ടുമോ? നമ്മൾ സാധാ ചൊല്ലിക്കോളാന്ന് പറയും. കാരണം അതൊരു ഒരു പ്രാക്ടീസാണത്. കാരണം ആ മനുഷ്യന്റെ ശരീരത്തെ അതിന് പിടിച്ചിരുത്താൻ ഒരു കഴിവുണ്ടെങ്കിൽ അയാളെ എന്തോ ഏൽപ്പിക്കാൻ പറ്റും. എത്ര ലക്ഷം ദിക്ർ ഏൽപ്പിക്കാൻ പറ്റും, ഏത് വിഷയത്തിനും ഏൽപ്പിക്കാൻ പറ്റും. അമാനത്തുണ്ടാവും. അല്ലത് അതാണ് അതിൻ്റെ ഇടയിൽ മുറിഞ്ഞുപോയ കഴിഞ്ഞില്ല കഥ. അപ്പൊ ഇതിന് ദിക്റും ദുആവും ദായിമായി എങ്ങനെ ചൊല്ലി അതെടുക്കും. ഇരുമ്പോണ്ടല്ല എടുക്കുക. എന്തുകൊണ്ടെടുക്കുക? ഇരുമ്പ് പറ്റൂല. ഇരുമ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ താന്നു പോകുന്ന പറഞ്ഞു. ഇരുമ്പ് പറ്റൂല. പിന്നെ എന്തുകൊണ്ടെടുക്കുക? നിങ്ങളെവിടെ ഇതൊന്നും കേട്ടിട്ടില്ല ഈ നിധി എടുക്കണമെന്നും. നിങ്ങൾ ആൾക്കാരോടൊക്കെ വല്യമാരോടൊക്കെ ചോദിച്ചു നോക്കി, ഇമ്മ നിങ്ങൾ നിധി എടുക്കണ എവിടെയും കേട്ടണമെന്ന്. അപ്പോൾ പഴയ കാലത്തെ അനുഭവം പറഞ്ഞുതരും. അതിന് അലൂമിനിയത്തിന്റെ ഉപകരണങ്ങൾ വേണം. അഥവാ പിക്കാസ് അടക്കം അലൂമിനിയം ആകണം. അതിൻ്റെ കൈക്കോട്ടും അതിൻ്റെ എല്ലാ ഉപകരണം. അതല്ലാത്ത ഏതെങ്കിലും പറ്റിയാൽ അത് താഴോട്ട് പോകും. പിന്നെ അതിനെ കുഴിച്ച് ഇങ്ങനെ നേരം വെളുക്കുമ്പോഴേ സുബിയാണിന് മുമ്പ് പുറത്തെത്തും വേണം. നേരം വെളുത്താ പോയി മാർക്കും. അത് റിയാദലിൻ്റെ ഇടയിൽ ഉള്ളൂർഞ്ഞാരിപ്പോയി പോയി. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെ എടുക്കാൻ പോയൊരു അനുഭവം പറഞ്ഞപ്പോൾ നമ്മൾ ഈ സംഭവം എന്ന് ചോദിച്ചത് സാധാരണ ആളുകൾ പറയൂല. അപ്പോൾ ഭൂമിൻ്റെ അടിയിൽ ഒരു ശബ്ദമല്ലേ നമ്മൾ കേട്ടത്, അതെത്ര അടിയിലാണ്? അപ്പൊ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതിയാൽ പുറത്ത് കേൾക്കും. അങ്ങനെ നിരവധി കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്, അനസ് റളിയല്ലാഹുവിന്റെ ശിഷ്യൻ. ഖബറിലേക്ക് ജനാസ വെച്ച് മൂടുകല്ല് വെക്കുമ്പോ ഒരു ഇഷ്ടിക താഴോട്ട് വീണുപോയി. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ ഈ കല്ല് വെക്കുന്ന ആള് ആ ഇഷ്ടിക എടുക്കാൻ വേണ്ടി ഒന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോ ഫഇദാ ഹുവ ഖായിമുൻ യുസല്ലി ഫി ഖബരിഹി, നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് മൂടിയിട്ടില്ല. ആ മഹാനുഭാവൻ അള്ളാഹുവിനോട് ഖബറിലെത്തിയാൽ എനിക്ക് തരണമെന്ന് 50 കൊല്ലം യാചിച്ച് കേണപേക്ഷിച്ച ഒരു വിഷയമാണ്. പടച്ചോനെ, നിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുകയാണെങ്കിൽ എനിക്കത് തരണം. അള്ളാഹു എത്ര പെട്ടെന്നാ കൊടുത്ത്? ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞ ഇത് മൂടണ്ടേ? മൂടിയിട്ടില്ലല്ലോ. മൂടുകല്ലിങ്ങനെ വെച്ചപ്പോ ഒരു ലബിനത്ത്, ഒരു ഇഷ്ടിക താഴെ വീണു. അപ്പൊ ആ ഇഷ്ടിക എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ഖബറിന്റെ ഒക്കെ ഒരു ചുറുക്ക്! നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ അപ്പത് ഖബറിന്റെ വിശാലത എത്ര കൂടി ഉണ്ടാവും? ആ ഖബറിൽ നേർക്കേറൊന്ന് ഇരുന്നിട്ട് തല പൊന്തിക്കുകയാണെങ്കിൽ കല്ലൊക്കെ പോകൂലേ? ഈ ഖബറിൽ ഇരുന്നിട്ട് തല പൊന്തിക്കുകയാണെങ്കിൽ ഇഷ്ടിക ഒക്കെ താഴോട്ട് പോകൂലേ? അപ്പൊ ഉടനടിയല്ലേ ഖബർ വിശാലമായി കിട്ടിയത്? എത്ര പെട്ടു നോക്കുന്ന ഖബറിലേക്ക് ആ ശരീരം തട്ടേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് അള്ളാഹു അതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാനുള്ള വിശാലതയും അതുപോലെ തന്നെ വ്യാസവും കൊടുത്ത്, സൗന്ദര്യം കൊടുത്ത്, അങ്ങനെ ആ ഇഷ്ടികൊക്കെ കൂടി വെച്ച് പുറത്തുനിന്നൊരു ഇഷ്ടിക വെച്ച് റെഡിയാക്കി അവർ മണ്ണൊക്കെ ഇട്ട് പുറത്ത് എല്ലാവരും ആളുകളൊക്കെ ഖബറിന്റെ പണിയാണ് പൂർത്തിയായപ്പോ വകാന യകാനു യസ്മഊന മിൻ ഖബരിഹി തിലാവത്തുൽ ഖുർആൻ. ഫാത്തിഹ അങ്ങോട്ട് ഓതണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ടാ ഓത്തേക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടാണ് ഓത്ത് കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഖബറിലേക്ക് വെച്ചപ്പോ കേട്ട ഓത്തേതാ? നമുക്കൊക്കെ അറിയാലോ ആയത്ത്, നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. ഖബറ് മൂടുമ്പോഴേ മൂടിക്കഴിഞ്ഞിട്ട് തെൽക്കീൻ ചൊല്ലൂലേ? തെൽക്കീൻ ചെല്ലാൻ കാത്തിക്കാൻ നേരം വേണ്ടേ? തെൽക്കീൻ ചെല്ലാൻ കാത്തിക്കാൻ നേരം വേണ്ടേ? അപ്പുറത്ത് ചായയും
ഭർത്താവുണ്ടോ നോക്കി, ഏതായാലും മയ്യത്തൊരു കൂലിട്ടുണ്ടായിരുന്നു, ചൊല്ലിയിട്ട് ഏതായാലും കൂലിട്ടാൽ എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എത്തിയിട്ട് ഒരു സദക്കയാണ്, അത് കുടിച്ച് വേഗം പണിയാട്ടി പോരാന്നല്ലാതെ. ആ ഖബറിലേക്ക് അങ്ങോട്ട് ശരീരം വെച്ചപ്പോ ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് ഓത്ത് കേൾക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇത് കേൾക്കല്ലേ ഈ ഓത്ത് തൽക്കീനില്? ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇപ്പൊ ഉറപ്പായി. കാരണം നമ്മളാരും അല്ല ഓതുന്നത്. ഓത്ത് ആൾക്കാർ കേൾക്കുന്നുണ്ട്, എല്ലാരും നോക്കുന്നുണ്ട്, ഉള്ളിലേക്കും നോക്കുന്നുണ്ട്, പുറത്തും നോക്കുന്നുണ്ട്. ആരെ കാണണ്ടേ? എവിടുന്നാ ഈ ഓത്ത് കേട്ടത്? നമ്മൾ അങ്ങനെ തൽക്കാൻ പുറത്തിരുന്ന് ഓതുന്നത് മൂപ്പരങ്ങനെ നഫ്സുൽ മുത്മഇന്നൊക്കെ ആയിരിക്കും എന്നുള്ള ആ ഒരു ലൊന്ന് പ്രകാരമാണ്. ആര് കണ്ട്? ഈ കൊണ്ടുവച്ച ആള് നല്ല ഈമാനും ഇഖ്ലാസുള്ളൊക്കെ ആളാന്ന് കരുതിയിട്ടാ നമ്മൾ ആ ശരീരത്തെ വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ. അങ്ങനെ ആയിരിക്കുമോ? നമ്മളൊരു ഹുസ്നുള്ളനോട് പറയല്ലേ, ഇത് ഉറപ്പായില്ലേ? കൊണ്ടുപോയി വെച്ച ശരീരം മുത്മഇന്നായ നഫ്സാണ്, അള്ളാഹുവിലേക്ക് അടങ്ങാൻ ഇഷ്ടം കൊണ്ട ശരീരം, ആത്മാവ്, അതാണ് നഫ്സുൽ മുത്മഇന്ന. ദുന്യാവിൽ അങ്ങനെ ഒപ്പിച്ചിങ്ങനെ പോകുന്നു. ദുന്യാവ് അങ്ങനെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, താൽക്കാലികമായിട്ട് ഇങ്ങനെ ഇബാദത്തൊക്കെ എടുത്ത്. പക്ഷെ ദുന്യാവിനോടായിരുന്നില്ല പ്രതിപത്തി, അള്ളാഹുവിലേക്ക് ചേരാനായിരുന്നു സന്തോഷം. ആ സന്തോഷമുള്ള ആ നഫ്സ് ആ ശരീരത്തെ വിളിക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആയത്ത് ഓതിയിട്ട്. അപ്പൊ ഒരു സ്വഹാബി ടെന്റ് കെട്ടിയെടുത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓത്ത് കേട്ടു. ഓത്ത് കേട്ടപ്പോ അദ്ദേഹം ആകെ ബേജാറായി. അപ്പൊ കേൾക്കുന്ന ഓത്ത് തബാറക സൂറത്താണ്. എത്ര ഓതും? ഞാനൊന്ന് കേൾക്കട്ടെ. ഫുള്ള് ഓതി കേട്ടു. 30 ആയത്ത് ഓതി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയിട്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബർ. ആ ഖബറിലേക്ക് വെച്ച ആ മനുഷ്യനില്ലേ എന്നും തബാറക്ക് ഓതുന്ന ആളായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് അല്ലാഹു തആല ഖബറിൽ ഒരു വലിയ ഉന്മേഷം കൊടുത്തപ്പോൾ എന്നും പതിവാക്കിയ പതിവ് എന്നുള്ളവർക്ക് അപ്പോഴും ഓതിയതാണ് ആ ഓത്താ നിങ്ങൾ കേട്ടത്. അത് രണ്ട് വിഷയോടെ മനസ്സിലാക്കണം നമ്മൾ. ഒന്ന്, തബാറക്ക സൂറത്തിനെ പ്രിയം വെച്ചതുകൊണ്ട് ഖബറിന്റെ ഉള്ളിൽ ഖുർആനോത്തിന് അള്ളാഹു നൽകിയ സൗന്ദര്യവും. ഖുർആനോദിന ഖബറിൽ പിന്നെ ശിക്ഷ ഉണ്ടാകുമോ? ശിക്ഷ അവിടെ ഇല്ലല്ലോ. ശിക്ഷയ്ക്ക് രക്ഷയുടെ കവചാണ് തബാറക്ക സൂറത്ത്. മറ്റൊന്ന്, തബാറക്ക സൂറത്ത് ഓതുന്ന ആൾക്കാരെ മേലെ വന്നിട്ട് അങ്ങനെ പുരടുത്ത് താമസിക്കാൻ പറ്റൂല. കാരണം ഓല വീടാണ്, പിന്നെ വേറെ ആൾ കയ്യേറാൻ പറ്റൂല. അവിടെ വന്നിട്ട് ടെന്റ് കെട്ടിയാൽ അത് ഓൽക്ക് നേരത്തെ അള്ളാഹു റിസർവ് ചെയ്ത സ്ഥലല്ലേ. പിന്നെ അതിന് പുറത്ത് വേറെ ആളൊന്നും താമസിക്കുക അതിനി പറ്റൂല. ഇനി വേറെ പോയി സ്ഥലത്ത് പോയി ടെന്റ് കെട്ടിക്കോളി. ഇവിടെ പറ്റൂല എന്നാണ് അറിയിച്ചത്. ഇവിടെ അടിയിൽ ഖബറുണ്ട് എന്നുള്ളതിന് മേലെ അലാമത്തൊന്നുമില്ല, അടയാളമൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ പോയാൽ അങ്ങനെ കാണും. ആൾക്കാർ പറയും, ഉസ്താദേ അവിടെയൊക്കെ ഖബറുണ്ട് എന്ന് പറയും. പക്ഷെ അവിടെ ഖബറിന്റെ ഒരു മീസാങ്കല്ല് പോലും കാണൂല. ഉണ്ടായിരുന്നു, അത് പോയതാണ്. ഇപ്പൊ മീസാങ്കല്ല് വെക്കണമെങ്കിൽ ഏതാ അതിർത്തി എന്ന് അറിയണ്ടേ. അപ്പൊ പഴയ കാലത്തെ ഖബറുണ്ടായിരുന്നു. ചില സ്ഥലത്തൊക്കെ മീസാങ്കല്ലിന് പകരം ഈ തോട്ടുന്നോ കിട്ടുന്ന ഉരുളങ്കല്ലില്ലേ ചെറിയ, അത് കൊണ്ടുപോയി ഇങ്ങനെ ഒരടയാളത്തിന് ഇങ്ങനെ ഇട്ട് വെക്കും. പക്ഷെ അത് പിന്നെ മഴ വന്നിട്ടും മറ്റും അങ്ങോട്ടും കൊണ്ട് നീങ്ങി അത് ഏതാ തിരിയോ? കറക്റ്റ് തിരിയില്ല. അങ്ങനെ ഉണ്ട്. ദ്വീപിൽ പോയപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് സ്ഥലം ഇവിടെ ഖബറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഖബറില്ലാത്ത റൂട്ട് ഇതിൽ ഉണ്ടാക്കണം, അതല്ലേ നടക്കാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ ഉണ്ട് മീസാങ്കല്ലൊന്നുമില്ല. അപ്പൊ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞാണ്, അന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നത്. കടലിന് നല്ല സൗന്ദര്യമുള്ള ചെറിയ കല്ലുകൾ കിട്ടും. ആ കല്ല് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെ ഇടും. അത് കുറച്ചു കാലം ഓൽക്കുന്ന ദ്വാരക്കാരൻ സിയാറത്തിനുള്ളൊരു അടയാളാണ്. പിന്നെ അത് മഴ പെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, ആൾക്കാർ നടക്കുമ്പോഴും നീങ്ങും. പിന്നെ അതിർത്തിയൊന്നും അറിയില്ല, അവിടെയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കും, അത്ര തന്നെ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മീസാങ്കല്ല് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. അത് താഴോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ ഒന്നും കാണാണ്ടാവില്ല. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക്ക സൂറത്ത് ഓതി എന്ന് പറഞ്ഞാൽ അത് തബാറക്ക സൂറത്ത് ദുനിയാവിൽ ഓതിയപ്പോൾ അള്ളാഹു തആല അവിടുന്ന് ഓതിക്കോട്ടെ, ഇനി ഒറ്റക്ക് വെറുതെ ഇരിക്കണ്ട എന്നതിന് ടൈം പാസിന് അള്ളാഹു നൽകിയത് ഖുർആനാണ്. ഖുർആൻ ഏറ്റവും വലിയ ടൈം പാസിന്, നേരം പോക്കിന് പറ്റിയ നല്ലൊരു ആയുധമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഒറ്റക്ക് കിടക്കുന്നിടത്ത് ഖുർആൻ ഓതാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല, വലിയ ഭാഗ്യമാണ്. അപ്പൊ അത് അങ്ങനെ കിട്ടിയത് അനുഭവിച്ചത് ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അത് അങ്ങനെ ഒരു സന്തോഷമാണ്, ഓതിയ ആൾക്ക് അല്ലാഹു തആല നൽകിയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നപ്പോ മഹാനവറുകൾ ചോദിച്ചു, നിനക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു സമ്മാനം തരട്ടെ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നാണ്, സന്തോഷിക്കാൻ പറ്റിയൊരു സമ്മാനം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, സമ്മാനം കിട്ടിയ തിരക്കില്ല, കൊണ്ടുപോകാലോ. അപ്പൊ പറഞ്ഞു കൊടുത്ത സമ്മാനം എന്താ അറിയോ? ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, നിനക്ക് വലിയൊരു സമ്മാനം തരാം, ഖുർആനിൽ നിന്ന് നീ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതണം. ഓതിയാ പോരാ, വഅല്ലിംഹാ അഹ്ലക്, നിന്റെ ഭാര്യക്ക് നീ അത് പഠിപ്പിക്കണം. വജമീഅ വലദിക, നിന്റെ മക്കൾക്ക് മുഴുവനും പഠിപ്പിക്കണം. എല്ലാരും ഓതണം. കുട്ടികളെ വിളിച്ചിട്ട് തബാറക്ക ഓതിയോ? തബാറക്ക ഒന്നും ഓതൽ പതിവുണ്ടോ? പതിവാക്കിയിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ എന്ന് ഇടക്കിടക്ക് നമ്മൾ ചോദിക്കണം. വസ്ബിയാന ബൈതിക വജീറാനിക്, നിന്റെ വീട്ടിലെയും അയൽ വീട്ടിലെയും ചെറിയ കുട്ടികൾക്കും തബാറക്ക പഠിപ്പിക്കണം. ഫഇന്നഹൽ മുൻജിയതു വൽ മുജാദിലതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തർക്കിക്കുന്ന സൂറത്താണ്, ഓതുന്ന ആൾക്ക് തർക്കിക്കുന്ന സൂറത്താണ്. അതേപോലെ തന്നെ വതതുലുബു ലഹു, ആ ഓതുന്ന ആൾക്ക് വേണ്ടി തബാറക്ക സൂറത്ത് അല്ലാഹുവിനോട് ചോദിക്കും, അൻ തുൻജിയഹു മിൻ അദാബിന്നാർ, ഖബർ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അവസാനം ഒരു കാര്യം പറയട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീനെ പറ്റിയും നമ്മളത് പറഞ്ഞിരുന്നു, ലവദിത്തു അന്നാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. തബാറക്ക എങ്ങനെ പഠിക്കണം? കാണാതെ പഠിക്കണം, ഇഫ്ലാക്കി പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തബാറക്ക നമ്മളെ മനസ്സിലൊക്കെ അള്ളാഹു അങ്ങനെ ദായിമാക്കി തരട്ടെ. 45 കൊല്ലം തുടർച്ചയായിട്ട് തബാറക്ക ഒരു ദിവസം പോലും മുടങ്ങാതെ ഓതിയ ഒരാളെ കണ്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ കാര്യമായിട്ട് ദ്വാരക്കണം, നിങ്ങളെ ദ്വായിലൊക്കെ ഒരു പങ്ക് മറ്റുള്ളവരൊക്കെ പെടുത്തും പോലെ നമ്മളെയും പെടുത്തണം. കാരണം അത് ചെറിയ ഒരു വിഷയമല്ല. 10-30 കൊല്ലം അയാള് ഒരു കച്ചവടക്കാരനാണ്. പക്ഷെ തബാറക്ക സൂറത്ത് ഒരൊറ്റ ദിവസം പോലും അയാൾ വിട്ടിട്ടില്ല. നമ്മളോട് ചോദിച്ചാൽ ഒരു വർഷം തർത്തീബായിട്ട് കുറേയൊക്കെ പോയിട്ടുണ്ടാവും ഉസ്താദെ, കുറേ കിട്ടിയിട്ടുണ്ടാവും. അത് പോരാ, എന്നും ദായിമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് നമുക്ക് തൗഫീഖ് വേണ്ടത്, എന്നും അത് കൊണ്ടെടുക്കാൻ. ഇനി പൊരയിൽ എത്ര വലിയ അടിയന്തരമല്ല, കല്യാണമല്ല, മരണമല്ല, രോഗമല്ല, എന്ത് വന്നാലും അത് ഓതണം. തങ്ങൾ പറഞ്ഞില്ല, വദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, അന്നഹാഫി ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, ആ സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും കൽബിലുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബിതങ്ങൾ കാണാതെ നമ്മൾ പഠിക്കണമെന്ന് അവിടുന്ന് ഇഷ്ടപ്പെട്ട സൂറത്താണ് തബാറക്ക സൂറത്ത്. ഇങ്ങനത്തെ ഒരു ഇഷ്ടം സൂറത്ത് യാസീനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ, കാണാതെ പഠിക്കൽ തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട സൂറത്താണ്. അപ്പൊ കാണാതെ നമ്മളത് കൽബിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് ഒരു ഹിഫ്ള് വരും. നമ്മളെ ശരീരത്തിന്റെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. ചെറിയ ഒരു വേദന പോലും താങ്ങാൻ പറ്റാത്ത ശരീരമാണ്. ഈ ശരീരം ഒറ്റക്ക് കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ആ ശരീരത്തിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണ്ടേ? നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് ആൾക്കാരൊക്കെ തിരിഞ്ഞു പോന്നാ എന്താപ്പാ ഖബറിന്റെ ഹാല്? അള്ളാഹു നമുക്ക് അവിടെ രക്ഷ നൽകുമാറാകട്ടെ. അതിനുള്ള സുരക്ഷിതത്വമാണ് തബാറക്ക സൂറത്ത്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോഴാണ്, മദീനക്കാരായ മുഴുവൻ ആണും പെണ്ണും വയസ്സന്മാരും കുട്ടികളും യുവാക്കളും ഒക്കെ തബാറക്ക കാണാതെ പഠിച്ചത്. ഞാൻ ആ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബാറക്കയുടെ മഹത്വം സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്ന റജുലൻ മിമ്മൻ കാന ഖബ്ലക്കും, നിങ്ങളെ മുൻഗാമികളിൽപ്പെട്ട ഒരാള്, അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങളെതാ കുറച്ചു മുമ്പ് കാലം ജീവിച്ച ഒരാളാണ്. അയാൾ മരിച്ചു. മരിച്ചപ്പോ വലൈസ മാഹു ശൈഉം മിൻ കിതാബില്ലാഹ്,
അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് അയാളെ കൂടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇല്ലാ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, വേറെ ഒന്നുമില്ല. അയാളെ കൂടെ ആകെയുള്ളതൊരു തബാറക്ക സൂറത്ത് മാത്രമാണ്. നിങ്ങളെ മുൻഗാമികളിൽ പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കാലത്താണ് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് മരിച്ച ആ മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഖബറിൽ അയാളെ വെച്ചപ്പോൾ ലതാഹുൽ മലക്കു, മലക്ക് വന്നു. അയാളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്ക് വന്നപ്പോൾ ഫസാറത്തി സൂറത്തു ഫീ വജീഹി, ഈ തബാറക്ക സൂറത്ത് ആ മലക്കിന്റെ നേരെ മുഖാമുഖമായി വന്നു നിന്നു. അപ്പോൾ മലക്ക് തബാറക്ക സൂറത്തിനോട് പറഞ്ഞു, ഇന്നകി മിൻ കിതാബില്ല, സൂറത്തെ നീ അള്ളാഹുവിന്റെ കിതാബിൽപ്പെട്ട സൂറത്താണല്ലോ, നിന്നോട് എതിർക്കാൻ എനിക്ക് കഴിയില്ല. നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞാൻ ഈ കിടക്കണ മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി വന്നാണ്. മലക്ക് ആ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് ശിക്ഷിക്കാൻ അയക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരാളെ തല്ലാൻ വരുമ്പോ അപ്പുറത്ത് അതിന് പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. എന്നാ ജോനം തൊട്, ഞാനും നോക്കട്ടെ എന്ന് പറയുമ്പോ അടിക്കാൻ വേണ്ടി വന്ന ആള് അടിക്കാൻ അയാൾ ഉദ്ദേശിച്ച ആളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ തടുക്കാൻ വേണ്ടി വന്ന ആളല്ലേ നോക്കുക. അയാൾ അത്യാവശ്യമൊക്കെ കുറച്ച് കെൽപ്പുള്ള ആളാണെങ്കിൽ മറ്റയാൾ ഇങ്ങനെ പിറകോട്ട് പോകും. അങ്ങനെ അല്ല, ഇയാൾക്ക് നല്ല ധൈര്യം ഉണ്ട് എന്ന് കണ്ടാലും പിറകോട്ട് പോകും. ചിലപ്പോൾ അടി അറിഞ്ഞില്ലെങ്കിലും ധൈര്യത്തിനനുസരിച്ച് പോകും. അങ്ങനെ മുമ്പൊരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ കൊല്ലമുള്ള പണിയാണ്. ഏതെങ്കിലും ഒരു കുട്ടിയാള് ഒരു ഉസ്താദിനെ പറ്റി വന്നിട്ട് പറയാണ്, മറ്റേ ഉസ്താദ് ഇന്ന് പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞു. അപ്പോഴേക്ക് ഇയാൾ മടക്കുത്തിന് വരും. എന്നിട്ട് രണ്ടടി അടിച്ച് ഇയാൾ പോകും. അയാളൊരു പതിവ്. അങ്ങനെ കുറച്ച് 2-3 കൊല്ലം മുമ്പ് ഇതേ ഒരു പരാതി അയാളെ കുടുംബത്തിൽപ്പെട്ടൊരു കുട്ടീനെ ഇങ്ങനെ ഒരു പരാതി പോയി പറഞ്ഞപ്പോ ഇയാള് വലിയ വില്ലാളി വീരനല്ലേ. അപ്പോൾ പുരക്കാരെ വിളിച്ച് ഇയാളോട് പറഞ്ഞു, ഇങ്ങനെ മോളൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, പഠിക്കാത്തതിന് ഉസ്താദ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുട്ടീനെ ഗൗരവത്തിനൊന്ന് പറഞ്ഞാൽ കുട്ടി തീരെ പഠിക്കാത്തതുകൊണ്ടൊന്ന് നന്നായിക്കോട്ടെ എന്ന് എഴുതിയിട്ട്, പഠിക്കാത്താവുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ആദ്യമൊക്കെ ഒരു സോൾവായി പറയല്ലോ, തീരെ പഠിക്കാതാവുമ്പോൾ ഒന്ന് ഉണർത്തിയതാണ്, അല്ല അടിച്ചു ചീത്തണ്ടൊന്നുമില്ല. അപ്പൊ ഇയാൾ പിന്നെയും വന്നു. ഇയാൾ മടക്കുത്തി വന്നപ്പോൾ അവിടെ മദ്രസയിലുണ്ട് ഒരു മാലിമ, അയാളും കുത്തി മടക്കുത്തി. ഈ മടക്കുത്തിയില്ലേ, ഞാനും കുത്തി. എന്താ പറ്റു ഞാൻ വ്യത്യാസം? എൻ്റെ തലക്കെട്ടില്ല, ഈ തലക്കെട്ട് ഇങ്ങനെ ഓരിയിട്ട് അരയിലും കെട്ടാൻ പറ്റും, അരയിലാണ് കെട്ടി. ഈ മാലിമിനും തൊട്ട എൻ്റെ പരിപ്പി നടക്കുന്നതാണ്. ഈ മാലിം ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റാളിങ്ങനെ കുറച്ച് നേരം ആൾക്കാരോട് നോക്കിക്കാണ് എന്താ പരിപാടി. ശരീരത്തിൽ തൊട്ട അടിയൻ കോജൂബ. ഇയാൾ കയ്യേറ്റി. എൻ്റെ കൈ മാത്രമല്ല കുപ്പായ, എൻ്റെ കുപ്പായും കീറും. അടിച്ച ഉറപ്പാൻ കാട്ടി ഉജൂബാണ്. എനിക്ക് എല്ലാ കൊല്ലം ഇവിടെ പതിവുണ്ട്. ഇക്കൊല്ല അതിൻ്റെ അവസാനം. ഇനി മേലാല് ഒരു കുട്ടിനോട് ഉസ്താദ് ഇങ്ങനെ ഉപദേശിച്ചതിൻ്റെ പേരിൽ അതും പറഞ്ഞതെല്ലാം വരാൻ പാടില്ല. ചോദിക്കുക, വിഷയങ്ങൾ അന്വേഷിച്ച് പോകാം. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി. പഠിക്കാത്തതുകൊണ്ടൊരു കുട്ടിനോട് അങ്ങനെ പറഞ്ഞു തന്നെ ചിലപ്പം ഗൗരവത്ത് പറയും. അപ്പം നമ്മളും പറയല്ലേ, അതേപോലെ തന്നെ അല്ലേ ആ മക്കളെയും കാണുന്നത്. അടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് അടിച്ച ഉറപ്പടിക്കുന്നത്. കുറച്ചു നേരം ഇങ്ങനെ അയാളിങ്ങനെ പോയി. അങ്ങാടിയിലെത്തിയപ്പോൾ ആൾക്കാരാണ് കൂക്കി. ആൾക്കാർ കൂക്കി. ഇപ്പൊ ധൈര്യം അവിടെ പോയി വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞ അത് ആ മൂല്യം അടിക്കും ഉറപ്പാ. അയാളടിക്കുന്നത് കാരണമല്ലാതെ അടിക്കല്ല, നോക്കിക്കാൻ പറ്റും. എന്തിനാ പഠിക്കണം? ആ കുട്ടീനോട് അയാൾ മുന്നിൽ വെച്ച് ആ ഉസ്താദ് വിളിച്ചു, മോളെ എൻ്റെ ഉസ്താദ് എന്നെ അടിച്ചോ? ഇല്ല. ചീത്ത പറഞ്ഞോ? ഇല്ല. ഉസ്താദിനോട് പിന്നെ ഗൗരവത്തിൽ ചൂടായിട്ടാ പറഞ്ഞ് കണ്ണൊക്കെ. പിന്നെ പഠിക്കാവുന്ന കുട്ടീനോട് തേനേ മാനെ എന്ന മുട്ടായി തന്നെ കൊടുക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ ഒരു ഗൗരവത്തിൽ ആ കുട്ടീനോട് പറയേണ്ടത് നാളെ പഠിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതിന് ഇങ്ങനെ ചീത്ത അറിയണ്ടോ, ഇങ്ങനെ അടിക്കാണ്ടോ? പിന്നെ ആ പരിപാടി നിന്നോ അവിടെ. അങ്ങനെയാണ് അത്. ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അങ്ങനെ സ്വഭാവം. അതുകൊണ്ടല്ലേ നമ്മളാരെങ്കിലുമൊക്കെ നേരിടാൻ നിൽക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആൾ നജം തൊട്ട, അല്ല ഒന്ന് വിട്ടുകൊടുക്കി, ഒന്ന് തൊട്ടെ. അപ്പൊ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെക്കാൾ മറ്റാൾ നോക്കും, ഇയാൾ അടിക്കോ? ഓ അടിക്കും, എന്നാ അപ്പൊ തൽക്കാലം അടിക്കണ്ട. ഇത് മലക്കാണ് വരുന്നത്. മലക്കിന് എത്രമാത്രം കഴിവുണ്ട് നിങ്ങൾ നോക്ക്. മലക്കിന്റെ കൂവത്ത് ചെറുതല്ല. മലക്കിനുള്ള കൂവത്ത് അളക്കാൻ ഒരു പക്ഷേ മനുഷ്യന് കഴിയില്ല.
അത്രയും വലിയ ഖുവ്വത്താണ് മലക്കിന് അല്ലാഹു നൽകിയത്. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി തന്നെ ഖുർആനിൽ പറഞ്ഞത് എങ്ങനെ? അല്ലമഹു ഷദീദുൽ ഖുവ. നബിതങ്ങൾക്ക് ഖുർആനും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ഷദീദുൽ ഖുവ, ഭയങ്കര ശക്തിയുള്ള മലക്ക് എന്നാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ വളരെ ശക്തിയുള്ള ഷദീദുൽ ഖുവ എന്ന് പറഞ്ഞാൽ ചെറിയ ഖുവ്വത്തല്ല, ഭയങ്കര കടിവാ, ഭയങ്കര ഖുവ്വത്താണ്, ഭയങ്കര ശക്തിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരം ഒന്ന് പൂർണ്ണാർത്ഥത്തിൽ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ, ആ ശരീരം കണ്ടപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് വരച്ചത്. ആരാ വരച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാ വരച്ചത്? മനുഷ്യകുലത്തിൽ ഏറ്റവും ആരോഗ്യവും ഏറ്റവും ഹിമ്മത്തും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആരോഗ്യം അങ്ങനെ തന്നെ, ഹിമ്മത്തും അങ്ങനെ തന്നെ. തങ്ങൾ ആ ശരീരത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ വരച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശരീരം? എത്രയാണ് അതിന്റെ വലുപ്പം? അപ്പൊ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ 600 ചിറകുകളോടെ കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, നബിയേ തങ്ങൾക്ക് എന്നെ കണ്ടപ്പോ, എന്റെ ശരീരം ഇങ്ങനെ കണ്ടപ്പോ ഒരു വിറയലും ഒരു പേടിയൊക്കെ തോന്നിയെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ല മീക്കായിലിനെ കണ്ട എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ മീക്കായിൽ ഇതിലപ്പുറല്ലേ? മീക്കായിലിന്റെ ആകൃതി തങ്ങൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? അർശ് ചുമന്ന് നിൽക്കുന്ന മലക്കളെ കണ്ട എങ്ങനെ ഉണ്ടാവും? അർശ് എത്ര മലക്കളെ ചുമക്കണ്? 1000. അതല്ലേ പറഞ്ഞത്, അർശ് ചുമക്കുന്ന ആകെ 4 മലക്കളാണ്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ഖിയാമത്ത് നാളിൽ അർശ് ചുമക്കുന്ന മലക്കൾ 8 എണ്ണാണ്. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ 4 എണ്ണാണ്. അന്ന് 8 എണ്ണാണ്. 4 മലക്കുകളാണ് അർശ് ചുമക്കുന്നെങ്കിൽ എന്താണ് അവലെ കൂവത്ത്? അർശ് എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പമുള്ളതാണ്? അർളിനേക്കാളും സമാവാത്തിനേക്കാളും അള്ളാഹു വിശാല നൽകിയിട്ടുണ്ട് അർശിന്. വസിയ കുർസിയുഹു സമാവാത്തി വൽ അർള്. ആ കുർസി അർശിന്റെയും താഴെയാണ് കുർസി. അർശ് മേലെ. അപ്പൊ അർശിന്റെ വലുപ്പത്തിലുണ്ട്. ഈ അർശിനെ താങ്ങുന്ന ഒരു മലക്കിന്റെ കൂവത്ത് എത്ര ഉണ്ടാവും? അതാണ് നരകം പിടിച്ചു കെട്ടാനും മലക്കിനെ ഏൽപ്പിച്ചത്, മനുഷ്യന്മാരല്ല. മനുഷ്യന്മാരെ കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ കഥ കഴിഞ്ഞ തന്നെ. അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ കൂവത്തുള്ളവരാണ്. ഈ കൂവത്തുള്ള മലക്കാണ് ശിക്ഷിക്കാൻ വേണ്ടി ഖബറിൽ വന്നത്. ആ മലക്കിനോട് മുഖാമുഖമായി നിൽക്കുന്നത് തബാറക സൂറത്തിന്റെ ഒരു രൂപം. മലക്ക് പറയാണ്, നിന്നോട് എതിർക്കാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഒന്നുകിൽ നീ ഒരു കാര്യം ചെയ്യണം, ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ അള്ളാഹുവിലേക്ക് പോയിട്ട് ശഫാഅത്ത് ചെയ്യണം. ഉടനെ തന്നെ ആ സൂറത്ത്, ആ രൂപം അള്ളാഹുവിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബി ഇന്ന ഫുലാനൻ അമിദ ഇലയ്യ മിൻ ബൈനി കിതാബിക്. റബ്ബേ, ഈ കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ഇന്നാലിന്ന മനുഷ്യൻ വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ കിതാബിൽ നിന്ന് എന്നെ പ്രത്യേകം പരിഗണിച്ചു. ഫതഅല്ലമനി, എന്നെ പഠിച്ചു. വതലാനി, എന്നെ ഓതി. അഫമുഹ്രിഖുഹു അൻത ബിന്നാരി വമുഅദ്ദിബുഹു വഅന ഫീ ജൗഫിഹി. ആണ് ഖുർആന്റെ ഒക്കെ മഹത്വം. നിങ്ങൾ നോക്ക്, ഖുർആനൊക്കെ നല്ലോണം ഹിഫ്ലാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ ദുനിയാവിലല്ല അവർക്ക് കാര്യമായിട്ട് പവറുള്ളത്. നമ്മളെ ഈ ശരീരം നമ്മൾ കൊഴിപ്പിച്ചിട്ട് അത് മണ്ണിൽ, സാക്ഷാൽ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ശരീരത്തിന് ഒരു പവർ വേണ്ടേ? ഇപ്പൊ ഈ സൂറത്ത് ചോദിക്കുന്നത്, പടച്ചോനെ ഞാൻ അയാളെ ഉള്ളിലുണ്ടായിരിക്കെ നീ അയാളെ സിറ്റിക്കോ കരിച്ചു കളയോ? സൂറത്ത് ചോദിക്കാണ്. ഞാൻ ആ മനുഷ്യന്റെ ജൗഫിലുണ്ട്, ഉള്ളിലുണ്ട്, എന്നെ അയാൾ പഠിച്ചിട്ടുണ്ട്. എന്നെ പഠിച്ച് എന്നെ ഓതുന്ന ആ മനുഷ്യനെ നീ കരിക്കാണോ ശിക്ഷിക്കാണോ? അങ്ങനെ ശിക്ഷിക്കാൻ നിന്റെ തീരുമാനമുണ്ടെങ്കിൽ തബാറക സൂറത്ത് അല്ലാഹുവിനോട് പറയാണ്, ഫൈൻ കുന്ത ഫായിലം ബിഹി, ശിക്ഷിച്ചേ പറ്റൂന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഫംഹുനി മിൻ കിതാബിക്, ഒരു കാര്യം ചെയ്യണം, നിന്റെ കിതാബിൽ നിന്ന് എന്നെ അങ്ങോട്ട് മായ്ക്കണം. തബാറക അതിൽ വേണ്ട. അപ്പൊ അല്ലാഹു തആല പറയാണ് തബാറക സൂറത്തിനോട്, അലാ അറാക്കി ഗളിബിതി, നീ വല്ലാതെ ദേഷ്യപ്പെട്ടല്ലോ. തബാറക സൂറത്തിനോട് റബ്ബ് പറയാണ്, വല്ലാതെ ദേഷ്യപ്പെട്ടല്ലോ. തബാറക സൂറത്ത് പറയാണ്, വഹഖുല്ലി അൻ അഗ്ലബ്, ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എന്നെ എന്നും പതിവാക്കി ഓതുന്ന ആളെ ശിക്ഷിക്കാനല്ലേ നീ മലക്കിനെ പറഞ്ഞയച്ചത്? ഞാനത് സമ്മതിക്കണ്ടേ? നിങ്ങൾ നോക്കി, ഇതാണ് തുജാദിലു, തർക്കം എന്ന് പറഞ്ഞതാ, തർക്കിക്കുന്നതാണ്. മുജാദില സൂറത്ത്,
മുജാദില എന്ന് പറഞ്ഞ പേരുള്ള സൂറത്തല്ല, വിശേഷണമുള്ള സൂറത്താണ്. പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. സൂറത്തുൽ മുജാദില വേറെ ഉണ്ട്, അത് ഇതല്ല വിഷയട്ടോ. അത് ദുന്യാവിലുണ്ടായ ഒരു തർക്കത്തിന് പരിഹാരം വന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാണ്, അത് വേറെ പറയാം. ദുന്യാവിലുണ്ടായ ഒരു വിഷയത്തിൽ തർക്കം വന്നപ്പോൾ അതിനെപ്പറ്റി ഇറങ്ങിയപ്പോഴാണ് മുജാദില വന്നത്. മുജാദിലത്തു എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ്. തർക്കിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യന്റെ സംഭവമാണ്. തുടക്കം തന്നെ ഖദ് സമയ അല്ലാഹുൽ ഖൗലല്ലത്തി തുജാദിലുക്കാന്നല്ലേ. ഫീ സൗജിഹാ, ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന സംഭവത്തിൽ വന്ന പെണ്ണിന്റെ ആ വാക്ക് അല്ലാഹ് കേട്ടിരിക്കുന്നു എന്നാണ് തുടക്കം പറയുന്നത്. ഇത് തർക്കിക്കുന്ന സൂറത്താണ്. എങ്ങനെ പഠിച്ചോനെ ശിക്ഷിക്കാൻ, ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എന്നെ കൽബിൽ ഹിഫ്ലാക്കിയിട്ടല്ലേ അയാൾ ഓതി നടന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, ഇദ്ഹബി, നീ പൊയ്ക്കോ, കാരണം മലക്കല്ലേ പറഞ്ഞേച്ചത്. ഫഖദ് വഹബ്തുഹു ലകാ, നിനക്ക് ഞാൻ ആ മനുഷ്യനെ തന്നു. വശഫഅതുക ഫീഹി, ഞാൻ നിന്റെ ശഫാഅത്ത് സ്വീകരിച്ചു, നിന്റെ റെക്കമെൻഡ് ഞാൻ സ്വീകരിച്ചു. ഇത് മരിച്ചുപോയ ഒരാളെ കഥ സംഭവം ആരാ പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടും മുഹാജിറുകളോടും. തബാറക സൂറത്ത് പിന്നെ ഖബറിലേക്ക് വരുന്നു, മലക്ക് അവിടെ ഉണ്ട്. തബാറക സൂറത്ത് വന്നിട്ട് ആ മനുഷ്യന്റെ തൊള്ളയുടെ ഭാഗത്ത് അവിടെ ആ കുത്തിരിപ്പ് സമരം നടത്തുന്നു. തൊള്ളന്റെ ഭാഗത്ത്, കാരണം നാവ് കൊണ്ട്, തൊള്ള കൊണ്ടല്ലേ ഓതിയത്. എന്നിട്ട് ആ തബാറക സൂറത്ത് പറയുന്നു, മർഹബം ബിഹാദൽ ഫം, ഈ തൊള്ളക്ക് സന്തോഷം, ഈ വായക്ക് സന്തോഷം. ഫറുബ്ബമാ തലാനി, എന്നെ എത്രയാണ് ഓതിയത്. മർഹബം ബിഹാദ സ്വബർ, ഈ നെഞ്ചിന് സന്തോഷം. ഫറുബ്ബമാ വആനി, എന്നെ എത്രയാണ് മനപ്പാടമാക്കിയത്. വമർഹബം ബിഹാതൈനിൽ ഖദമൈൻ, ഈ രണ്ട് ചെരുപ്പടിക്കാലിനും സന്തോഷം. ഫറുബ്ബമാ ഖാമതാബി, എന്നെ ഓതിയിട്ട്, നിന്നിട്ട് ഓതിയിട്ടുണ്ട്, നടന്നു ഓതിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ ഓതാൻ വേണ്ടി തന്നെ നടന്നു ഓതിയിട്ടുണ്ട്. എന്നെ ഓതാൻ വേണ്ടി നിസ്കരിച്ച നിസ്കാരത്തിലും ഓതിയിട്ടുണ്ട്. ഖബറിൽ സദാസമയത്തും ആ തബാറക സൂറത്ത് ആ മനുഷ്യന് നേരം പോക്ക് നൽകുന്നു. മഖാഫത്തൽ വഹ്ശത്തി അലൈഹി, ഏകാന്തത ഭയന്നിട്ട്. ഏകാന്തത എന്ന് പറഞ്ഞാൽ വലിയ പേടിയുള്ള സംഗതിയാണ് അല്ലേ. അതാണ് ഒറ്റക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഒറ്റക്കൊരു നാട്ടിലെത്തിയാൽ അത്ര പേടി വേറൊന്നും ഉണ്ടാവില്ല. ഭാഷയും കൂടി തിരിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കഥ പറയും വേണ്ട. ഭാഷ തിരിയില്ലെങ്കിലേ എല്ലാ നിലക്കുള്ള പറ്റിക്കൽസ് നടക്കും, ഉറപ്പാ. നമ്മൾ അജ്മീർ പോയപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി. പൊറാട്ടയും ചായയാണ് അവിടെ കാര്യമായിട്ടുള്ളത്. പത്തിരി ഉണ്ടോയെന്ന് നോക്കാൻ കയറിയതാ. അപ്പോൾ എന്താ ഉള്ളത്? പൊറാട്ട ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പുറത്തുണ്ട് ഒരു മലയാളി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ പൊറാട്ടയ്ക്ക് ഭയങ്കര വില കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് എത്ര വാങ്ങി? 2 പൊറാട്ടയ്ക്ക് 40 റുപ്യ. ഇപ്പോൾ ഒരു പൊറാട്ടയ്ക്ക് 20 റുപ്യല്ലേ. ചായയും കൂട്ടി 50 റുപ്യ. ഒരു 50 റുപ്യ രാവിലത്തെ ചായയും പൊറാട്ടയാണെങ്കിൽ പിന്നെ ഉച്ചക്ക് എന്ത് തിന്നാൻ പറ്റുമോ? കഴിഞ്ഞില്ല കാശൊന്നായിട്ട്. അപ്പോൾ സംഗതി ഈ സാധുവായ മലയാളിയെ പറ്റിച്ചതാണ്. കാരണം പൊറാട്ട കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളെ ബെഞ്ചിൽ നിന്ന് ഒരാൾ ചോദിച്ചു, പൊറാട്ട കിത്തിനാ കീമത്തെ? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, 2 രൂപി. 2 റുപ്യുള്ളൂ. 2 റുപ്യൻ്റെ പൊറാട്ടക്കാണ് മറ്റേ ആളോട് 20 റുപ്യ വാങ്ങിയത്. അതെന്താ? ആ കിത്തിനെ അറിയില്ല, കീമത്തും അറിയില്ല, ഒന്നും അറിയില്ല. അത് മറ്റേക്ക് മനസ്സിലായപ്പോൾ 50 എന്നാണ് പറഞ്ഞിട്ട് 50 റുപ്യാണ് കൊടുത്ത്. അതേ സാധനം തന്നെ ഇപ്പം ഈ ബെഞ്ചുള്ളവർ തിന്നത്. ആകെ കൊടുത്തു നോക്കുമ്പോൾ ആകെ 14 റുപ്യ 16 റുപ്യ ആയിട്ടുള്ളൂ. അതിനേക്കാളും വലിയ പറ്റിക്കൽ എന്താ? അങ്ങനെ ഉണ്ട് ചില സ്ഥലത്ത് ബമ്പം പറ്റിക്കൂലേ. ഭാഷ തിരിയാന്നെ ചിലപ്പോൾ ആകെ ഉടഞ്ഞും പോകും. മുമ്പ് 2 ആൾക്കാർ ഹോട്ടൽ കയറിയിട്ട് ദോ ആത്മീ ഏക്ക് ചോറ് എന്ന് പറഞ്ഞില്ലേ, അതേ മോഡലാണ് ഉണ്ടാകുക. ദോ ആത്മീ ഏക്ക് ചോറ് എന്ന് പറഞ്ഞു. ഓലും ഉദ്ദേശിച്ച 2 ആൾക്കൊരു ചോറ് മതി എന്നാണ്. കേട്ടപാടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് പോലീസുകാരൻ വന്ന് പിടിച്ചു. അപ്പം ഇവരിങ്ങനെ നോക്കുകയാണ്, എന്താ റബ്ബേ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് നമ്മൾ ചോറിക്കാൻ കയറിയല്ലേ. അപ്പോൾ ഓൽക്കറിയേണ്ടത് എത്താ ചോറിന് പറയേണ്ടത്? ചോറ് എന്ന് പറഞ്ഞ സംഗതി കള്ളനാണ്. ചോറിന് ശരിക്കും ചാവൽ എന്ന് പറയണ്ടേ. ചാവൽ പറയാൻ പോലും കിട്ടേണ്ട എന്താന്ന് പറയണ്ടേന്ന്. അപ്പൊ ഭാഷ തിരിഞ്ഞിലേക്ക് കുടുങ്ങും. ചെറിയ കുടുക്കൊന്നല്ല കൊടുക്കുക, ആകെ തീരും സംഗതി. പിന്നെ ആക്കെ കൊടുക്കും പോണ്ടി വരില്ല. അപ്പോൾ ഒറ്റപ്പെട്ടാലുള്ള കൊടുക്കുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ, ആരും പരിചയക്കാരില്ലെങ്കിൽ. അപ്പൊ ഖബറിന്റെ വശത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നമ്മൾ അനുഭവിക്കും പോലെയല്ല. പുരയിൽ ഒറ്റക്കാണ് ഇതിനെ പുരയെ ഒത്തിരിക്കുമോ? ഇരിക്കൂലാരോ ഉടുക്കലുണ്ടിറങ്ങും.
പുരയിൽ പെണ്ണുങ്ങൾ എന്തേ ഇപ്പം ഇങ്ങോട്ട് അല്ല എന്നെന്താ പുരയിൽ പോണത്, അവിടെ ആരുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങാനാവുമ്പോൾ ഒരു 10 മണിക്ക് പോയാൽ മതി. ഭാര്യ മക്കളൊന്നും ഓല അങ്ങ് പോയതാ, നീ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ മുപ്പര് അങ്ങാടി തന്നെ ചായ കുടിച്ച് കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു, എന്താ പോണില്ലേ, ഇഷാസ്കരിച്ചാൽ മണ്ടി പോണാളോ, അവിടെ ആരുമില്ലാന്ന് പോയിട്ട് വെറുതെ അങ്ങനെ ഉത്തർക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അത് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന വശത്താണെങ്കിൽ ഒറ്റക്കാകുമ്പോഴാണെങ്കിൽ ഖബറിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ അവിടെ ഈനാസിന് വരുന്ന സൂറത്താണ് തബാറക സൂറത്ത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്റെ വർത്തമാനം പറഞ്ഞപ്പോൾ ലം യബ്ഖ സ്വഗീറുൻ വലാ കബീറുൻ, ഒരു ചെറിയ ആളും ഒരു വലിയ ആളും, വലാ ഹുറുൻ വലാ അബ്ദുൻ, ഒരടിമയും ഒരു പെണ്ണും ഒരാണും ഒറ്റൊന്നും ബാക്കിയായിട്ടില്ല. ഇല്ലാ തഅല്ലമഹാ, എല്ലാവരും പഠിച്ചു. എല്ലാവരും തബാറക്ക ഈ ഹദീസ് കേട്ടതോടെ മദീനയിൽ ഒരൊറ്റ കുട്ടിയും ബാക്കിയില്ല. തബാറക്ക കൊണ്ട് ശരിക്കു പഠിച്ചു. ഈ ഹദീസാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഖബറിൽ പോയി തബാറക്കയുടെ മഹത്വം അനുഭവിച്ച ഒരാളുടെ കഥ, അതിൻ്റെ ഷഫാഅത്തിന്റെ രൂപം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രാത്രി ഓത, പകലിൽ ഓത, 2 സമയത്ത് ഓത, എപ്പോഴാണോ സൗകര്യം. രാത്രി ഓതിനെ പറ്റിയും ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ല പകലിനെ പറ്റിയിട്ട് മൊത്തം യൗമ് എന്ന് പറഞ്ഞ ഹദീസിലുണ്ട്, ഫീ ലൈലത്തി എന്ന് പറഞ്ഞതുകൊണ്ട്. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ അത് ഓതി പതിവാക്ക്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഓതിയിട്ട് നമുക്ക് ഖബറിലെത്തിയിട്ട് സന്തോഷം കിട്ടണം, ആഖിറത്തിലെത്തിയ സന്തോഷം കിട്ടണം. പറയാൻ മാത്രം അമലും നമ്മളിലില്ലല്ലോ. അള്ളാഹു അത്തരത്തിൽ മുഞ്ചിയായിത്തീരുന്ന മാനിയായിത്തീരുന്ന ഒരു സൂറത്തായി തബാറക്കയെ നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. എന്നും പതിവായത് ഓതാനും മക്കളെ കൊണ്ട് ഓതിപ്പിക്കാനും ഭാര്യമാരെ കൊണ്ട് ഓതിപ്പിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.